ക്ലിയർ അല്ലേ? അല്ലല്ല, എപ്പോഴും നോക്കൂ, ഞാൻ പൊസിഷൻ ഒന്ന് നോക്കൂ. ബഹുമാനപ്പെട്ട സെക്രട്ടറി സർ, പ്രിയ സുഹൃത്ത് ബാബു, ഡോക്ടർ അഭിലാഷ്, മറ്റ് വിദ്യാർത്ഥി കേന്ദ്രം പ്രവർത്തകർ, തുടക്കത്തിൽ തന്നെ ഞാൻ ചാർജ് ഒരു മാസത്തിനകത്തായിരുന്നു ഞാനിവിടെ പ്രപ്പോസിൽ വന്നിട്ട്. അപ്പോൾ തന്നെ ഡോക്ടർ ജോയിയുടെ ഒരു ഇൻവിറ്റേഷൻ വന്നു. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം വളരെ കാലത്തെ ഒരു പരിചയമാണ്. പല മേഖലകളിലും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം അന്ന് സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം നദീവന്ദനം എന്നൊരു പരിപാടിയാണ്. നദീവന്ദനം എന്ന് പറയുന്നത് ഈ നമ്മുടെ 44 നദികളിൽ പോകാൻ പറ്റില്ല, 41 നദികളുടെ തീരത്ത് പോയി ജനങ്ങളോട് സംസാരിച്ച് എന്താണ് നദികളുടെ ഇഷ്യൂ. കേരളം എന്ന് പറയുന്നത് നദികളുടെ ഒരു നീർത്തടവും കൂടിയാണ്. കേരളത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നദികളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് ആദ്യമായിട്ടായിരിക്കും. അത് അതിനുശേഷം പിന്നെ ആകുന്നില്ല. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നദീ സംരക്ഷണ സമിതി വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇത്തരം ഒരു പരിപാടി നടത്തിയിരുന്നു. അന്നും ഡോക്ടർ ജോയിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പല പരിപാടികളും. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ തീർച്ചയായിട്ടും വിളിച്ചപ്പോൾ തന്നെ സമ്മതിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് ഭാരതീയ വിജ്ഞാന കേന്ദ്രമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നു. പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കാലം മുമ്പ് തന്നെ പങ്കെടുക്കുന്ന ഒരു രീതിയുള്ളതുകൊണ്ട് അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ അതിനുള്ള നന്ദി അതിനെ ഞാൻ അറിയിക്കുന്നത്. പിന്നെ ആള് കുറഞ്ഞതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു സാഹചര്യം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എനിക്ക് എത്ര സമയം കിട്ടുമെന്നനുസരിച്ചിട്ട് ഞാൻ എൻ്റെ സംസാരമൊക്കെ അതിനനുസരിച്ച് നിയന്ത്രിക്കാം. ഞാനൊരു 40 മിനിറ്റ് സംസാരിക്കുകയും പിന്നീട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ആരെങ്കിലും ബോറടിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ സദസ്സാണ്. ഇത് ചെറിയ ഡിസ്കഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്ര പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന്, ഈ സമുദ്രത്തിന്റെ പരിസ്ഥിതിയെ പറ്റി പറയുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് ഈ ഷിപ്പ് അല്ലെങ്കിൽ ഷിപ്പ് ട്രാൻസ്പോർട്ടിനകത്ത് വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളെ പറ്റിയിട്ട് അത് എങ്ങനെയാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ ട്രസ്റ്റുള്ള ഒരു മേഖലയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് സമുദ്ര പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ 2 കപ്പൽ അപകടങ്ങളുടെ ഒരു കോണ്ടക്സ്റ്റിൽ എന്തൊക്കെയാണ് കടലിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. പക്ഷെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള ചർച്ചയും കൂടി ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതായിരിക്കും എൻ്റെ ഒരു പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത്. നോക്കാം. അടുത്തത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കെപ്പോഴും ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം തുടങ്ങുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. നമുക്ക് എപ്പോഴും പറയാം. ഇപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. സമുദ്രവസനെ ദേവിയാണ് തുടങ്ങുന്നത്. അപ്പൊ സമുദ്രമാണ് ഈ എല്ലാത്തിന്റെയും തുടക്കം നമുക്കറിയാം. സയൻസും അത് തന്നെയാണ് പറയുന്നത്, ഒരു വ്യത്യാസമൊന്നുമില്ല. ജീവൻ തുടങ്ങിയത് സമുദ്രങ്ങളിൽ നിന്നാണ്. ജീവന്റെ തുടക്കം മുഴുവൻ അവിടെയായിരുന്നു. അവിടുന്നാണ് പിന്നെ ജീവികൾ കരയിലേക്ക് കയറി മനുഷ്യൻ ഉൾപ്പെടെ ഉണ്ടാകുന്നതെന്നും പിന്നീട് കരയിലെ മത്സരങ്ങൾ കാരണം ചില ജീവികൾ കടലിലേക്ക് തിരിച്ചുപോയി എന്ന് നമുക്കറിയാം. അതിന്റെ ചില സ്വഭാവങ്ങൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഉദാഹരണം, ആമകൾ മുട്ടയിടാനായിട്ട് വീണ്ടും കരയിലേക്ക് വരുന്നുണ്ട്. അവ അന്തരീക്ഷമായി ശ്വസിക്കുന്നുണ്ട്. പൾമണറി റെസ്പിറേഷനാണ്. കടലിലെ സസ്തനികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഒക്കെ ഒരു കാലത്ത് കരയിൽ നിന്നും കരയിലേക്ക് പോയിട്ട് തിരിച്ചു കരയില് പിന്നെ മത്സരം കൂടിയപ്പോൾ തിരിച്ച് കടലിലേക്ക് പോയി. അതുകൊണ്ടാണ് അവയുടെ അന്തരീക്ഷമായി ശ്വസിച്ച് അവിടെ നിൽക്കുന്നതെന്നല്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ബന്ധമുണ്ട് കടലിന്. ജീവൻ തുടങ്ങി, ജീവന്റെ ഉത്ഭവം, അതിന്റെ വ്യാപനം,
ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് നമ്മൾക്ക് ജീവിക്കുന്ന ഒരു പിന്നെ ഗ്രഹത്തിന് നമ്മൾ ഭൂമി എന്ന് വിളിച്ചാലും ഇത് ഭൂമിയല്ല, ഇത് കടലാണ്. 70% പിന്നെ കടലുള്ള മേഖലയെ നമ്മൾ ഭൂമി എന്ന് വിളിക്കുന്നു എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കടലാണ്. നമ്മുടെ ഈ മൊത്തത്തിലുള്ള നമ്മുടെ ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് കടലാണ്. ആ കടലില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ലോകത്ത് ഇന്നുണ്ടാക്കുന്ന പിന്നെ മൊത്തം താപോർജ്ജത്തിന്റെ നല്ലൊരു ശതമാനവും ഇപ്പോഴും ആഗിരണം ചെയ്യുന്ന കടലാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചുട്ടുപഴുത്ത ഗോളമായിട്ട് ഇപ്പോഴും ഭൂമി നിന്നേനെ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മനുഷ്യനുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ഇപ്പോഴും പിന്നെ മാനേജ് ചെയ്യുന്നത് കടലാണ്. ഇനി നമുക്ക് ഇപ്പോഴുള്ള ധാരണ എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ നല്ലൊരു ശതമാനവും വരുന്നത് പിന്നെ മഴക്കാടിൽ നിന്നാണ് ഇപ്പോഴും പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഭൂമിയിൽ ഉണ്ടാകുന്ന പിന്നെ പ്രാണവായുവിന്റെ ഓക്സിജന്റെ ഏതാണ്ട് 60% വരുന്നത് കടലിൽ നിന്നാണ്. പ്രത്യേകിച്ച് കടലിൽ പൊങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ സസ്യങ്ങളാണ് നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ മുഴുവൻ ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ ജീവനെ മൊത്തമായിട്ട് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് കടലാണ്. ഇനി കരയിൽ മനുഷ്യൻ വന്ന് താമസിച്ചു തുടങ്ങിയിട്ട് ഒരു ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് കൊണ്ട് മനുഷ്യൻ എന്നുള്ള പറയുന്ന ഹോമോസാപ്പിയൻസ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇനിയിപ്പോ നമുക്ക് കൂടുതലായിട്ട് കൃഷി വികസിപ്പിക്കാനുള്ള സാധ്യതകൾ പല സ്ഥലങ്ങളിലും കുറവാണ്. കൃഷിയിടങ്ങൾ ഇനി പുതുതായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ധാതുക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞു. ഒരു 50 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട ലോഹങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ്ടും കടലിനെ ആശ്രയിക്കേണ്ടത് ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോ കടലിനെ അടിസ്ഥാനമാക്കിയിട്ട് പുതിയ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. അതിനെയാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ ഈ നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കടലിനെ അതിന്റെ വിഭവങ്ങൾ എങ്ങനെ സുസ്ഥിരമായിട്ട് ഉപയോഗിക്കാം, ഹൗ വി ക്യാൻ യൂസ് സസ്റ്റൈനബിളി യൂസ് ദ റിസോഴ്സസ് ഫ്രം ദ ഓഷ്യൻ ടു ഡെവലപ്പ് ദ എക്കോണമി എന്നുള്ളതാണ്. അപ്പൊ അതിനെയാണ് നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കടലിന്റെ വിഭവങ്ങളെ സുസ്ഥിരമായി ഉപയോഗിച്ച് എങ്ങനെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താം, സുസ്ഥിരമായി നിലനിർത്താം. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇപ്പൊ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇനി നാളത്തെ ഒരു പ്രധാനപ്പെട്ട ഫ്രണ്ടിയർ ആയിട്ട് കാണുന്നത് കടലാണ്. അത് മിനറൽസ് ആയാലും മറ്റ് റിസോഴ്സസ് ആയാലും കടലാണ്. കാരണം കരയിലെ ഇനി കൂടുതൽ ഫർദർ ഡെവലപ്മെന്റിനുള്ള സ്കോപ്പ് പിന്നീട് കുറയും. പ്രത്യേകിച്ചും ആഹാരം ഉൽപ്പാദിപ്പിക്കാനായിട്ട്, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇതൊരു വലിയ സാധ്യതയാണ്. ഇപ്പൊ കടലിന്റെ ഒരു അപാര സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം എന്റെ സ്ഥിരം വിഷയം ആയതുകൊണ്ട് ഞാൻ ദിവസങ്ങളോളം സംസാരിക്കുന്ന ഒരു വിഷയമാണ് കടല്, പിന്നെ അതിന്റെ ജീവൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞാനിപ്പോ പറയുന്ന വിഷയത്തിലേക്ക് വന്നാൽ അതിന്റെ ഒരു ആമുഖം പറഞ്ഞതേ ഉള്ളൂ. നമ്മള് ഇപ്പോഴും ലോകത്തെ ചരക്ക് കയറ്റുമതി, ഗുഡ്സ് ട്രാൻസ്പോർട്ട്, അതിന്റെ ഏതാണ്ട് 90% നടക്കുന്നത് കടൽ വഴിയാണ്. അതിന്റെ വ്യത്യാസമാണ് ഈ ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത്. കപ്പലിന്റെ പടവുള്ള ഗ്രാഫിൽ കാണുന്നത് 1970-കളിൽ ഏതാണ്ട് 2200 മില്യൺ ടണ്ണായിരുന്നു കടൽ വഴിയുള്ള ഗതാഗതമെങ്കിൽ, ചരക്ക് ഗതാഗതമെങ്കിൽ ഇപ്പോ അത് ഏതാണ്ട് 11,000 ഈ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 12,000 മില്യൺ ടണ്ണ് കഴിഞ്ഞിരിക്കുന്നു. എന്റെ അർത്ഥം ലോകത്തിന്റെ ഗുഡ് ട്രാൻസ്പോർട്ട് മുഴുവൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കരവഴിയല്ല, കടൽ വഴി. ഇനി നിങ്ങൾക്കറിയാം, കടലിൽ നാഷണൽ ഹൈവേ കരയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ കാര്യം കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കാണാൻ. അപ്പൊ ഈ എക്സ്പാൻഷനുള്ള സ്കോപ്പും ഇനി ഭാവിയിൽ കുറഞ്ഞു വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വരുന്ന നാളുകളിൽ 2050 ആകുമ്പോഴത്തേക്കും വീണ്ടും കടൽ വഴിക്കുള്ള ഗതാഗതത്തിന്റെ സാധ്യത വീണ്ടും കൂടുതലാണ്. കാരണം അത്രയും ഓപ്പൺ സ്പേസ് എവിടെയും കിട്ടില്ല എന്നല്ല. അപ്പൊ ഇനി ഭാവിയിലുള്ള വികസനമെല്ലാം, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഗുഡ് ട്രാൻസ്പോർട്ട് എല്ലാം തീർച്ചയായിട്ടും കടൽ വഴിയായിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു വർധനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെ ഏറ്റവും അധികം അത്തരത്തിലുള്ള ഒരു വാണിജ്യം നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലതുവശത്തെ ഗ്രാഫിൽ കാണാം, അത് ചൈനയാണ്. ഇന്ത്യക്ക് 8ാമത്തെ സ്ഥാനമേ ഉള്ളൂ. ചൈനയാണ് ഇപ്പോഴും. നിങ്ങൾക്കറിയാം, അടുത്ത രാജ്യവും ചൈനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ വലിയ വ്യത്യാസമാണ്. മറ്റേ തൊട്ടടുത്ത രാജ്യത്തെക്കാളും ഏതാണ്ട് 4 ഇരട്ടി ഈ കടൽ വഴി ഈ സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ചൈന തന്നെയാണ്. ചൈന ഈ കാര്യങ്ങളിൽ തോൽപ്പിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയില്ല. പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനകത്ത് ചൈനയെ തോൽപ്പിക്കാൻ കഴിയില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യക്കുള്ള അത്രയധികം ഹ്യൂമൻ റിസോഴ്സ് ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ അവിടെ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 3 ഇരട്ടി ലാൻഡ് ഏരിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസോഴ്സസിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു കോൺഫറൻസിന് ചൈനയിൽ പോകുമ്പോൾ അവിടുത്തെ ഓഷ്യൻ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട ഞാൻ നിങ്ങൾ അതിലേക്ക് വേണ്ടി പറഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് കൊടുത്തിരിക്കുന്നത് അജണ്ട, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, എങ്ങനെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത്, ഭാവിയിലേക്കുള്ള ചിന്ത. അവർ പറഞ്ഞിരിക്കുന്നത്, ഇനി നമുക്ക് മണല്, മറ്റ് ധാതുക്കൾ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്.
അപ്പൊ അവർക്ക് അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടും ഇൻഡസ്ട്രീസുമായിട്ടും കൊളാബറേറ്റ് ചെയ്യുക. കൊളാബറേറ്റ് ചെയ്തിട്ട് കടലിലെ മണല്, ലോഹങ്ങൾ ഇത് എങ്ങനെ എടുക്കാം എന്നുള്ള ടെക്നോളജി ഡെവലപ്പ്. അത് കഴിയുമ്പോൾ 50 വർഷം കഴിയുമ്പോൾ ഈ ടെക്നോളജി നമ്മൾക്ക് മാത്രമേ ഉണ്ടാവും. 50 വർഷം കഴിയുമ്പോൾ ഈ ടെക്നോളജി നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഇഫ് യു ഡെവലപ്പ് എ ടെക്നോളജി ബൈ നൗ യു വിൽ ഗെറ്റ് ബെനിഫിറ്റ് ആഫ്റ്റർ 50 years. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ലോകത്തിന് ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന സാമ്പത്തിക മേഖല, രണ്ട് നമ്മുടെ ഒരു നമുക്ക് അധികാരമുള്ള മേഖലയാണ്. അതിന് പുറത്തുള്ള മേഖലയെ ഓപ്പൺ ചെയ്യാൻ. ഇപ്പൊ ഓപ്പൺ സീയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് എല്ലാ കൺട്രീസിലും ഓപ്പൺ ആയിട്ട് ആക്സസ് ചെയ്യാം, വിഭവങ്ങൾ ആക്സസ് ചെയ്യാം. ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഉള്ള വെല്ലുവിളി എന്താണ്? കടലിൽ ഒരു 100 മീറ്ററോ 2000 മീറ്ററോ 1000 മീറ്ററോ 2000 മീറ്ററോ അടിയിൽ പോയിട്ട് ഈ സാധനങ്ങൾ, മണല്, ലോഹങ്ങൾ, പോളിമെറ്റാലിക് നോഡ്യൂൾസ് എന്നൊക്കെ പല സാധനങ്ങളുണ്ട്, മാഗ്നീസ് നോഡ്യൂൾസ്, ഇതെല്ലാം എടുത്തുകൊണ്ട് വരാനുള്ള സാങ്കേതിക വിദ്യ. റോബോട്ട് വേണം, മനുഷ്യന് പോകാൻ പറ്റില്ല. നമുക്ക് പരമാവധി പോകാൻ പറ്റുന്നത് 100 മീറ്ററാണ്. നമുക്ക് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചാൽ അപ്പോൾ ഒരു 100 മീറ്റർ 500 മീറ്റർ 1000 മീറ്റർ താഴ്ചയിൽ നിന്ന് കടലിനടിയിൽ നിന്ന് ഈ വിഭവങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്നത് ആരോ അവരായിരിക്കും ഭാവിയിൽ ഈ ലോകത്തെ ഈ വിഭവങ്ങൾ കൂടെ കൈകാര്യം ചെയ്യുന്നത്, ഇൻഡസ്ട്രീസ് കൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ അവരുടെ യൂണിവേഴ്സിറ്റി വിളിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക. റോബോട്ടിക്കാണ്, റോബോട്ട്സ് ആണ്. കാരണം മനുഷ്യർക്ക് കൊണ്ട് പോകാൻ പറ്റില്ല, റോബോട്ടുകൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. അത് ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ ലോഹങ്ങൾ തീർന്നാലും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് കളക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയിലുള്ള ഒരു രാജ്യം ചൈനയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയും ആ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഗവൺമെന്റ് കഴിഞ്ഞ 2022 ബഡ്ജറ്റിൽ ഏതാണ്ട് 12,000 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, ബ്ലൂ എക്കോണമിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് ആണ്, ബ്ലൂ എക്കോണമി ഡെവലപ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കടലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഭാവിയിൽ വലിയൊരു സോഴ്സ് ആണ് കടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യവും. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ചൈന എന്ന് ചോദിച്ചാൽ ഉത്തരവേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും മികച്ച കപ്പലുകളൊക്കെ ഇപ്പോൾ ഉള്ളത് ചൈനക്കാണ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു വലിയൊരു മേഖലയും എക്സ്പോർട്ടിന്റെ നല്ലൊരു ശതമാനവും കടൽ വഴി നടക്കുന്നത് കൊണ്ട് ചൈന ഒരു ലീഡിംഗ് കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ലോകത്തെ മാറ്റങ്ങൾ വളരെ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ മാറുമ്പോൾ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. പണ്ട് നിങ്ങൾക്കറിയാം, ഈ ആദ്യത്തെ ഗ്രാഫിൽ കാണുന്ന നീല നിറം എന്ന് പറയുന്നത് ഓയിലാണ്, എണ്ണയാണ്. എണ്ണ ട്രാൻസ്പോർട്ട് ആയിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ കടൽ വഴി നടക്കുന്നത് എണ്ണയാണ്. എണ്ണയുടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ മറ്റ് ഡ്രൈ ഗുഡ്സ് ആണ്. ഡ്രൈ ഗുഡ്സിന് എന്ത് വരാം, പ്ലാസ്റ്റിക് ആയിരിക്കാം, തുണിയായിരിക്കാം, കശുവട്ടി ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അങ്ങനെ ഡ്രൈ ഗുഡ്സിലേക്ക് മാറി. ഓയിലിന്റെ കൊണ്ടുപോക്ക് കുറഞ്ഞു എന്നതാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ലോകത്ത് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക. കാരണം ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിലേക്ക് മാറുകയാണ്. ഫോസിൽ ഫ്യൂലാണ്, പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓയിൽ കയറ്റുമതി, പെട്രോളിയം കയറ്റുമതി കുറയുന്നു. അതേസമയം മറ്റ് വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷൻ കൂടുന്നു. ഇതൊക്കെ ഒരു പശ്ചാത്തലമായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ ഇനി ഇവിടുത്തെ പലയിടത്തിലേക്ക് വരണമെന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്ത് കാര്യങ്ങളും കൂടെ പറയാം നമ്മളിവിടുത്തെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ്. ഒന്നാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കടൽ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം ഈ ഏതാണ്ട് 90% ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കടൽ വഴിയാണ്. ഇപ്പൊ ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്ന് പറയുന്നത് ഷിപ്പ് ട്രാൻസ്പോർട്ടേഷനാണ്, ഷിപ്പ് കാർഗോയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് ഇപ്പോ ലോകത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന വിമാനങ്ങളുടെ കാര്യം പറയുന്നത് പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് 50,000 വലിയ കപ്പലുകൾ ഇതുപോലെ ഗുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏതാണ്ട് 50,000 കപ്പലുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് ഏതാണ്ട് 12,000 ദശലക്ഷം ടണ്ണ് 2023 കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അത് മാത്രമല്ല, ഇനി ഭാവിയിൽ ഈ എല്ലാ വികസനം നടക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും ഈ മിനറൽ എക്സ്പ്ലോറേഷൻ നടക്കുമ്പോൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ സ്വാഭാവിക ചോദ്യം ഉണ്ടാവും, ഓയിലിന്റെ ആവശ്യം പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറയില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഓയിൽ മാറുമ്പോൾ നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്കാണ് മാറുന്നത്. റിന്യൂവബിൾ എനർജി സോളാർ പാനലുകളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓയിൽ മാറിയെങ്കിൽ അതിന് പകരം വരുന്നത് സോളാർ പാനലുകളാണ്, അല്ലെങ്കിൽ അതിന്റെ ചിപ്പുകളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വികസനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തെ ഉരുക്കായാലും മറ്റു വസ്തുക്കളായാലും സോളാർ പാനലുകളായാലും ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും കടൽ വഴിയാണ് എന്നുള്ളതാണ്. എന്റെ അടുത്ത ഇത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇനി വരുന്ന കാലങ്ങളിലൊക്കെ തന്നെ ഷിപ്പ് ട്രാൻസ്പോർട്ട്, കടൽ വഴിയുള്ള ഗതാഗതം കൂടാനാണ് സാധ്യത. ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത്. നെക്സ്റ്റ്, ഇത് ചില റൂട്ടുകളാണ്. നിങ്ങൾക്കറിയാം, ചില ഈ ലോകത്തെ മുറിച്ച് കടക്കണമെങ്കിൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ കടൽ വഴി പോയാൽ ചുറ്റി പോകണം.
അപ്പൊ ചുറ്റി പോകാനുള്ള കുറുക്ക് വഴിയായിട്ട് ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ ഒരുപാട് കനാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സൂയസ് കനാലുണ്ട്, പനാമ കനാലുണ്ട്, അതുപോലെ തന്നെ മലാക്ക സ്ട്രീറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗൾഫിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ഭീഷണി എന്തായിരുന്നു? നമ്മൾ കനാൽ അടയ്ക്കുന്നതാണ്. കനാൽ അടച്ചാൽ പറ്റും എല്ലാ രാജ്യങ്ങൾക്കും വളരെയധികം ചുറ്റിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന പുതിയ പോർട്ടുകളെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലുള്ള അൺട്രസ്റ്റ് എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. കാരണം ഇന്ത്യയുടെ ഈ കപ്പൽ റൂട്ട് വഴിയുള്ള ഗതാഗതം അവിടെ അൺട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ, മിഡിൽ ഈസ്റ്റിൽ അൺട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും വിഴിഞ്ഞം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങോട്ട് വരണ്ട, കൊച്ചിയിലേക്ക് തന്നെ വരണ്ട, ഒരു മുനമ്പിലാണ് അല്ലെങ്കിൽ ഒരു മൂലക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രയുടെ ദൂരം കുറയും എന്നതാണ്. അതാണ് തമിഴ്നാട്ടിലേക്ക് വരുന്ന പുതിയ ഹാർബറുകളിലേക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെ ഒരു സാധ്യതയും കൂടിയുണ്ട്. ഉണ്ടാകുന്ന എവിടെ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന രാഷ്ട്രീയമായ അസ്ഥിരതയും അതൊക്കെ തന്നെയും ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷൻ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ വഴി ഇന്ത്യയുടെ കപ്പൽ പാതകൾ വഴി യാത്രകൾ, കപ്പലോട്ടവും ഈ കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഇനി അടുത്തത് ഞാൻ പറയുന്നത്, സമുദ്രങ്ങള് അത് മാത്രമല്ല, കപ്പലോട്ടം മാത്രമല്ല, ഈ ബ്ലൂ എക്കോണമിയുടെ പല അടിസ്ഥാന ഘടകങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യം മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ഇന്ത്യന്റെ പോളിസി ഡോക്യുമെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കുള്ള സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് കപ്പലോട്ടം, ഈ ഷിപ്പ് ട്രാൻസ്പോർട്ടാണ്, കാർഗോ ട്രാൻസ്പോർട്ടാണ്. രണ്ടാമത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഫിഷറീസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, കടലിൽ നിന്ന് കിട്ടുന്ന മീനിന്റെ അളവ് ഇനി ഒരിക്കലും കൂടാൻ പോകും. കാരണം ഏതാണ്ട് പിടിച്ച് തീർത്തു, പലത് ലെവലായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലെവൽ നമ്മളൊരു സസ്റ്റൈനബിൾ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഴക്കടലിലേക്ക് പോകണം. ആഴക്കടലിൽ കുറച്ചും കൂടി വിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഡീപ് സ്റ്റാർട്ടിംഗ് ചെയ്യണം എന്നൊക്കെ പറയും. അത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴക്കടലിൽ ഷിപ്പിംഗ് വെസൽസ് വേണം. അത് നമുക്ക് ഇല്ലാത്തത്തോളം കാലം നമുക്ക് അതിലേക്കുള്ള എക്സ്പാൻഷന് സാധ്യത കുറവാണ്, ചെലവും കൂടുതലാണ്. അപ്പൊ അതിനർത്ഥം ഫിഷറീസിന് കടലിൽ നിന്നുള്ള മീൻപിടുത്തം ഭാവിയിൽ കൂടാനുള്ള സാധ്യത കുറവാണ്. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഉള്ളതിനെ ബാലൻസ് ചെയ്യാണ്. അപ്പൊ അതിനുള്ള സാധ്യത കുറയും. പക്ഷെ വീണ്ടും ഒരു സാധ്യത കൂടുന്നത് അത് കൃഷിയാണ്. കൃഷി സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കുന്നത് കടലിലെ മത്സ്യകൃഷിയാണെന്നാണ്. അതല്ല, കടലില് എങ്ങനെയാണ് വെജിറ്റബിൾസ് കൃഷി, എങ്ങനെയാണ് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ഈ കടൽ പായ ഉൾപ്പെടെ കൃഷി ചെയ്യാൻ, അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ കീഴിൽ ഏറ്റവും അധികം പൈസ മാറ്റി വെച്ചിരിക്കുന്ന അറിയാമോ? കടൽ പായ കൃഷിക്കാണ്. ഈ കടൽ പായന്റെ നമുക്ക് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് ചെറിയ വെജിറ്റേറിയൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത്, ഏറ്റവും നല്ല മിനറൽസും വൈറ്റമിൻസും ഉള്ളത് സീവീഡ്സിനാണ്. അപ്പൊ സീവീഡ്സിനുള്ള സാധ്യത, ഉദാഹരണം നമുക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾ ഫിലിപ്പീൻസിൽ പോകും, ചൈനയിൽ പോകും, മറ്റേത് രാജ്യങ്ങളിൽ പോകും. കഞ്ഞിയുടെ കൂടെ പ്രധാനമായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ സീവീഡ്സ് ആണ്. കാരണം അത് വെജിറ്റേറിയൻ മറ്റു മിനറൽ സപ്ലിമെന്റും ആവും, അതേസമയം കാർബോഹൈഡ്രേറ്റും ആവും കഞ്ഞിയുടെ കൂടെ. അപ്പൊ അതിന് അപാരമായ സാധ്യതയാണ്. ഈ സാധ്യത ഒരു പ്രധാനപ്പെട്ട ഒരു നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്ത് കൃഷി ചെയ്ത് കടലിൽ നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും അധികം വർധന ഉണ്ടാകുന്നത് ഈ സീവീഡിനാണ്, കടൽ പായലിനാണ്. അതിന്റെ അർത്ഥം ലോകത്ത് വെജിറ്റബിൾ സപ്ലൈകൾ, ലീഫി വെജിറ്റബിൾസിന്റെ സപ്ലൈകൾ ഏറ്റവും കൂടുതൽ ഭാവിയിൽ കൊണ്ടുപിടിക്കാൻ പോകുന്നത് സീവീഡ്സ് ആണ്. പക്ഷെ നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നമുക്ക് 840-ലധികം സീവീഡ്സ് ഉണ്ട് ഇന്ത്യയിൽ. നമ്മൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്ത ഒരു സാധനം വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്, കപ്പാഫൈക്കസ് എന്ന് പറയുന്ന സ്പീഷീസ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ട് ഉഫോസിൽ ഒരു ഇന്റർനാഷണൽ സിമ്പോസിയം ഓൺ സീവീഡ്സ്. അപ്പൊ അതിന്റെ സാധ്യതകൾ അറിയാനുള്ള ഒരു ശ്രമമാണ്, അതിന്റെ സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ കരയിൽ നിന്ന് കടലിലേക്ക് കൃഷി മാറുന്ന ഒരു രീതി വരുന്നുണ്ട്. ഇപ്പൊ കൃഷി എന്ന് പറയുന്നത് ഈ മത്സ്യവും ചെമ്മീനും മാത്രമല്ലെന്ന് ഞാൻ പറയുകയാണ്. ഈ വെജിറ്റബിൾ ഫുഡിന്റെ ഒരു വലിയ സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ കരയിലുള്ള വെജിറ്റബിൾ ഫാമിങ്ങിന്റെ ഒരു സാധ്യത വരുന്നുണ്ട് എന്നാണ്. അപ്പൊ ആ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കടലുമായിട്ട് വരുന്നത്. അടുത്ത സാധ്യത എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മൾ ഇപ്പോഴും സോളാർ പാനലിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഏറ്റവും അൺടാപ്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കടലാണ്. ആ കടലിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമാണ്, ഒരു ചെലവില്ല, അതിനുള്ള ടർബൈൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്, കൃത്യമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോഴും നമ്മൾ പരിശീലിക്കുന്നത്, നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ അറിയാം, ഇടുക്കിയിൽ പോയാൽ അറിയാം, നമ്മൾ വിൻഡ് ടർബൈൻസ് ആണ്, കാറ്റാടി യന്ത്രമാണ്. മലയിടുക്കിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ചില സമയത്ത് മാത്രമേ കാറ്റ് വരുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു തടസ്സമില്ലാതെ കാറ്റ് വരുന്നത് കോസ്റ്റൽ ഏരിയയാണ്, ഷാലോ വാട്ടേഴ്സ് ആണ്. ചൈനയുടെ എനർജി ഉത്പാദനത്തിന്റെ 20% വരുന്നത്
ഈ കാറ്റാടി യന്ത്രം കടലിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ വെച്ചിരിക്കുന്ന ടർബൈൻസ് വെച്ചിട്ടാണ്. അതിന്റെ അർത്ഥം വളരെ അൺടാപ്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കടലിൽ നിന്നുള്ള ഊർജ്ജമാണ്. അത് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്. രണ്ട് സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് ഈ നമ്മുടെ ബ്ലൂ എക്കോണമിയുടെ വേറൊരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു സാധ്യത എന്നത് ടൂറിസമാണ്. നമുക്കറിയാം ഒരുപക്ഷെ ലോകത്തെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും അധികം പൈസ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം, കൊച്ചി, കേരളത്തിന്റെ കേസിൽ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പരമാവധി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ സീസണിൽ ഒരാളിനെ താമസിക്കുക. ലോകത്തെ ഏറ്റവും മുന്തിയ ടൂറിസം ഡെസ്റ്റിനേഷൻ എല്ലാം കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിന് മിനിക്കോയ് പോലുള്ള മാലി പോലുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്നത് തന്നെ ടൂറിസം ബേസ്ഡാണ്. നമ്മൾ കരീബിയൻ, നമുക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ബന്ധപ്പെട്ട കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലെല്ലാം പവിഴ ദ്വീപുകളുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ പല ദ്വീപുകളിലും ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു 1000 രൂപയ്ക്ക് താമസിക്കാം. അതിന്റെ ഒരു ദിവസത്തെ വാടക ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10-12 ലക്ഷം രൂപ കൊടുക്കും. അപ്പൊ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് എല്ലാം കടലുമായിട്ടോ കടലിലെ ഐലൻഡുകളുമായിട്ടോ ബന്ധപ്പെട്ടതാണ്. അതിന് ഇന്ത്യക്ക് അപാരമായ സാധ്യത. പക്ഷെ പ്രശ്നം നമ്മൾ പലപ്പോഴും ഇതിനെ നന്നായിട്ട് ഈ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നില്ല. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഉദാഹരണം ഞാൻ പറഞ്ഞു പോയാൽ എന്റെ വിഷയമായിരുന്നു, സോറി. അപ്പൊ അതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ടൂറിസം. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യയിൽ ടൂറിസം വളരണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഹോട്ടലുകളിലൂടെ വരണമെന്നാണ്. തെറ്റാണ്. കാരണം ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ നല്ലൊരു ശതമാനവും 80% മറുരാജ്യങ്ങളിലെ സാധാരണക്കാരാണ്. വളരെ സാധാരണക്കാരാണ്. അവിടുത്തെ മില്ലിയനേഴ്സ് അല്ലേ ഇവിടെ വരുന്നത്. മില്ലിയനേഴ്സ് ഒക്കെ വന്നിട്ട് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ ഹിസ്റ്റോറിക്കൽ സൈറ്റ് കണ്ടിട്ട് പോകും, താജ്മഹൽ കണ്ടിട്ടൊക്കെ പോകും, ജയ്പൂർ വന്നിട്ട് പോകും. പക്ഷെ അവരുടെ താല്പര്യം എന്താണ്? ഇവിടുത്തെ എക്കോസിസ്റ്റമാണ്. അപ്പൊ ഇവിടുത്തെ ടൂറിസം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എക്കോസിസ്റ്റമാണ്, നമ്മുടെ ആവാസ വ്യവസ്ഥയാണ്. അത് കായലായാലും കടലായാലും. രണ്ടാമത്തെ ഫുഡാണ്. എനിക്കിപ്പോഴും വേണ്ടി കഴിഞ്ഞ വർഷം ഞങ്ങള് ജെല്ലി ഫിഷിന് വേണ്ടിയിട്ട് കോൺഫറൻസ് നടത്തിയത്. ഇന്റർനാഷണൽ കോൺഫറൻസ് 3 വർഷം കൂടുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് വരുന്നത്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു കഴിഞ്ഞ കോൺഫറൻസ്. അപ്പൊ ഞാനത് ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ അടുത്ത കോൺഫറൻസ് എവിടെ നടക്കുമെന്ന് ചർച്ച വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞത് അടുത്ത കോൺഫറൻസ് ഇന്ത്യയിൽ നടത്തണം എന്നല്ല. അപ്പൊ ഇന്ത്യയും 2-3 രാജ്യങ്ങൾ. അപ്പൊ അവരുടെ രീതി എന്ന് പറയുന്നത് അവസാന പ്രസന്റേഷൻ നടത്തണം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നടത്താം, എന്തുകൊണ്ട് നമ്മളിവിടെ നടത്തുന്നു എന്നുള്ളൊരു പ്രസന്റേഷനാണ്. അപ്പോൾ ഞാൻ പ്രസന്റേഷൻ നടത്തി അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും ചീപ്പായിട്ട് കറി ലോകത്ത് എവിടെയും കിട്ടില്ല. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സീ ഫുഡാണ്. അപ്പോ ഇതിന്റെ തിരിച്ചു പറഞ്ഞ ആൾക്കാർ ഇവിടെ പറഞ്ഞത്, അവർ പലരും ഇന്ത്യയിൽ വരാത്ത ആൾക്കാരുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞത് നമ്മൾ അട്രാക്ട് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കറിയാണ്. ഓക്കെ, അപ്പൊ ഒരു കോൺഫറൻസ് എവിടെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഇന്ത്യയിലെ ഫുഡിന്റെ കൾച്ചറാണ്, ഇന്ത്യയിലെ ഫുഡിന്റെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പൊ ഇത്രയും ചീപ്പായിട്ട് ലോകത്തിന്റെ എവിടെ ഒരു ഭാഗത്തും നമുക്ക് ഒരു മത്സ്യ വിഭവങ്ങളോ സമുദ്ര വിഭവങ്ങളോ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് പോലും. അപ്പൊ ഇത്രയും ഡൈവേഴ്സിറ്റിയുള്ള വെജിറ്റേറിയൻ ഫുഡ് ലോകത്ത് എവിടെയുണ്ട്? അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാൻഡ്. അപ്പൊ അവിടെ നമുക്ക് വിൽക്കേണ്ടത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോട്ടലുകളല്ല, ഇവിടുത്തെ എയർഡ്രോമുകളല്ല, പക്ഷെ നമുക്ക് നമ്മുടെ നാടിന്റെ തനത് സംഭവങ്ങളാണ്, നാടൻ വിഭവങ്ങളാണ്, നമ്മുടെ നാട്ടുപ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കളിത്തീരം, നമ്മുടെ കായൽ, നമ്മുടെ ഭക്ഷണം, ഇതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആകേണ്ടത് എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെടുത്തി ഹോം സ്റ്റേ വരിക. അപ്പൊ ഹോം സ്റ്റേ ഈ വലിയ ഹോട്ടൽ വരുമ്പോൾ പ്രയോജനം ഒരു മുതലാളിക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതേസമയം ഹോം സ്റ്റേ ആയി കഴിഞ്ഞാൽ വിദേശിക്ക് എന്താ വേണ്ടത്? നീറ്റ്. അതൊരു വലിയൊരു കാര്യം നമുക്ക് ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊതു ഇടങ്ങളിലൊന്നും നീറ്റ്, വൃത്തിയുള്ള സ്ഥലങ്ങൾ വേണം. നമുക്ക് നീറ്റായിട്ട് പ്ലസന്റ് ആയിട്ട് താമസിക്കുക. അവർക്കൊരു കണക്ടിവിറ്റി വേണം. ആ കാര്യത്തിൽ കേരളം വളരെ ബന്ധമാണ്. ഏത് പ്രദേശത്ത് പോയാലും നമുക്കൊരു മൊബൈൽ കണക്ടിവിറ്റി ഉണ്ടാവും, ഇന്റർനെറ്റ് ഉണ്ടാവും. ഇത്രയും സംഭവങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പോലെ ഇത്രയധികം ടൂറിസം കളിക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ നമ്മൾ വിൽക്കേണ്ടത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ തനത് പാരമ്പര്യവും ഒക്കെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ടൂറിസത്തിന്റെ കാഴ്ചപ്പാട് ആ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ, അതിൽ കടലിൽ വലിയൊരു റോൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഒരു സാധനം എന്ന് പറയുന്നത് കടലിലെ ജീവികൾ ഉപയോഗിച്ചിട്ട് മരുന്നുണ്ടാക്കുന്ന കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, കോസ്മെറ്റിക്സ് ആണ്. ഇപ്പൊ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ലൈഫ് സേവിംഗ് ഡ്രഗ്സ് പലതും വരുന്നത് കടൽ ജീവികളിൽ. അപ്പൊ അതിന് വലിയ ഗവേഷണം ലോകത്തിന്റെ പല ഭാഗത്ത്. ഇന്ത്യക്ക് വലിയ കോമ്പറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം സാങ്കേതിക വിദ്യ, മനുഷ്യരുടെ മരുന്ന് പരീക്ഷിക്കുന്ന രീതി ഇന്ത്യയിലെ പെർമിഷൻ കിട്ടാനുള്ള വലിയ കടമ്പയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ വളരെ അഡ്വാൻസ് ചെയ്ത രാജ്യങ്ങൾക്കായിരിക്കും ഇതിന്റെ ഗുണം കിട്ടുന്നത്. അപ്പൊ നമുക്ക് കൊളാബറേറ്റീവ് റിസർച്ച് ആ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു വലിയൊരു സാധ്യതയുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ്, ഡീപ് സീ മൈനിങ് ആണ്. അതൊരു വലിയ സാധ്യത. പക്ഷെ അതിന്റെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഒക്കെ നമ്മൾ വീണ്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ലോകത്തെ അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകും. ഇത് ഇന്ത്യ ഉണ്ടാക്കിയ ബ്ലൂ എക്കോണമി പോളിസിയാണ്. അടുത്തെല്ലാം നമുക്ക്
അല്ലെങ്കിൽ അത് കൊടുക്കും. അടുത്ത ഇത് ഇനി 2030 കൂടി, ഇത് 30 എന്ന് പറയുന്നത് ഒരു പ്രൊഡിക്ഷൻ ആയിരുന്നു, തൊഴിൽ സാധ്യതകളാണ്. കടല് നമുക്ക് നൽകുന്ന തൊഴിൽ സാധ്യതകളാണ്. അതിനകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കോസ്റ്റൽ ടൂറിസം എന്ന് പറയുന്നത് 30 കൂടി 2 ഇരട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എനർജിയുടെ കേസിൽ 40 ഇരട്ടി വർധന ഉണ്ടാകും, ഷിപ്പിങ്ങിന്റെ 4 ഇരട്ടി വർധന ഉണ്ടാകും. ഫിഷറീസിന് ഞാൻ പറഞ്ഞല്ലോ വലിയ വർധന ഉണ്ടാകാൻ സാധ്യതയില്ല, കൃഷിയുടെ കേസിൽ 2 ഇരട്ടി വർധന ഉണ്ടാകും. പക്ഷേ ഏതാണ്ട് 10,000 ഇരട്ടി ജോലി സാധ്യതയും ഉള്ളത് തീർച്ചയായിട്ടും മൈനിങ്ങിനാണ്. കാരണം കരയിലെ മിനറൽസ് എല്ലാം തീരുകയാണ്. അപ്പൊ ഒരേ ഒരു പ്രശ്നം നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തണം എന്നുള്ളൊരു ചലഞ്ചാണുള്ളത്. അപ്പൊ ഈ ഒരു സാധ്യതയൊക്കെയാണ് നമുക്ക് കടലുമായിട്ടുള്ളത്. ഇത് ഞാനൊരു പശ്ചാത്തലമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ അർത്ഥം കടൽ വഴിയുള്ള ഗതാഗതം, കടൽ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ, കടലിൽ നിന്നുള്ള വിഭവങ്ങൾ, ഇതിനകത്തുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് വരുന്ന ആളുകളിൽ വളരെ വലുതായിട്ട് കൂടും എന്നുള്ളതാണ്. ഉദാഹരണം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പണിയില്ലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഈ കരിക്കുലം തന്നെ അനുസരിച്ച് മാറ്റണം. കാരണം നമുക്ക് DC പോകാനായിട്ടോ മിനറൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടോ വേണ്ടത് റോബോട്ടിക്സ് ആണ്. അപ്പൊ റോബോട്ടിക്സ് ടെക്നോളജി വരണം. അപ്പൊ എഞ്ചിനീയറിംഗ് അതിനനുസരിച്ച് മാറിയിട്ട് ഒരു വലിയ തൊഴിൽ മേഖല അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കരിക്കുലവും നമ്മുടെ കാര്യങ്ങളും എല്ലാം അതനുസരിച്ച് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴേ നമ്മൾ തുടങ്ങേണ്ടത്. ഇതാണ് ഞാൻ കടലിന്റെ ഒരു പശ്ചാത്തലമാണെന്ന് മാത്രമേ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഞാൻ അതിന്റെ മറ്റ് ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ വികസന ലക്ഷ്യങ്ങളുമായിട്ട് കടൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ആണ് ഈ കാണുന്നത്. നമുക്കറിയാം 2030 യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 17 ഗോൾസ് ആണുള്ളത്. ഈ 17 ഗോൾസിനും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ തീർച്ചയായിട്ടും കടൽ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്തത് ഇനി അടുത്തതാണ് നമ്മള് പൊല്യൂഷൻ എന്ന വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കടലിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ടുണ്ട്. കടലിനെ മുൻനിർത്തിയുള്ള വികസന സാധ്യതകളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കടലിൽ വരുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു 2000 വർഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഗ്രാഫിലേക്ക് നോക്കി കോംപ്ലിക്കേറ്റ് ആവണ്ട, പക്ഷെ ഒറ്റ കാര്യമുണ്ട്. ഈ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ കടൽ നേരിടുന്ന ഭീഷണികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 100 വർഷങ്ങളിൽ 200 വർഷങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ കടലിന്റെ വലിയ ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലാവരും പറയുക സ്വാഭാവികമായിട്ട് പൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹണ്ടിങ്, വെയിൽ ഹണ്ടിങ്, അല്ലെങ്കിൽ ഓവർ ഫിഷിങ് എന്നൊക്കെ. അതൊക്കെ ആണെങ്കിലും ഇപ്പോ അത് രീതി കൂടെ മാറുകയാണ്. കാരണം നമ്മളെല്ലാം പിടിച്ചു തീർത്തു, വലിയ അനിമൽസിനെല്ലാം പിടിച്ചു തീർത്തു, വലിയ ഫിഷിനെല്ലാം പിടിച്ചു തീർത്തു. ലോകത്ത് വെയിൽ ഹണ്ടിങ് ഉണ്ടായിരുന്നു, തിമിംഗല വേട്ട ഉണ്ടായിരുന്നു, അത് ഏതാണ്ട് കംപ്ലീറ്റ് നിയന്ത്രിച്ചു. ഇപ്പോഴും ചില രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെല്ലാം നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. പക്ഷെ അതേസമയം ഈ കഴിഞ്ഞ 50 വർഷങ്ങളിൽ കടലിൽ നേരിടുന്ന ഭീഷണികളെല്ലാം മാറുകയാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ ഹാർവെസ്റ്റിംഗ് അല്ല, ഹണ്ടിങ് അല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കൾ കടലിലേക്ക് എത്തുന്നതാണ്. അവസാനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് വന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. അത് കരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ. ഉദാഹരണം നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ രാസവളം, കീടനാശിനി ഇതെല്ലാം പുഴയിലാണ്, കായലിലാണ് എന്നൊക്കെയാണ്. ഇതെല്ലാം ഇവിടെ കായലൊന്നുമല്ല, അവസാനത്തിന് എവിടെയാണ്? അവസാനത്തിനെല്ലാം കടലിലാണ്. ഇത് വലിയ ഭീഷണിയാണ്. നമ്മൾ ഒരു തവണ ഒരു ഫേസ് ക്രീം ഉപയോഗിച്ചിട്ട് കഴുകി പുറത്തേക്ക് വിട്ടാൽ, നമ്മളെല്ലാവരും വാഷിംഗ് മെഷീനിൽ ഒരു തവണ പിന്നെ തുണി കഴുകി ആ വെള്ളം പുറത്തേക്ക് വിട്ടാൽ, ഇതെല്ലാം ഇതിനകത്തുണ്ടാകുന്ന നമ്മുടെ ക്ലോത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കോട്ടണല്ലോ ഉപയോഗിക്കുന്നത്, മിക്സഡ് സാധനങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ നൈലോൺ ആയിരിക്കും. ഓരോ തവണ കഴുകി വിടുമ്പോഴും ആയിരക്കണക്കിന് ചെറിയ നാനോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, നാനോ ഫൈബേഴ്സ്, പോളിത്തീൻ ഫൈബേഴ്സ്, ഇതെല്ലാം കടലിലേക്ക് എത്തുന്നത്. അപ്പൊ കടലിലേക്ക് എത്തുന്ന രാസവസ്തുക്കളുടെ രീതി മാറുന്നുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ കടയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, പെസ്റ്റിസൈഡ്, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി കടലിലേക്ക് എത്തും. ഇപ്പം കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പോയിട്ട് കടല് പോഷക സമ്പന്നമാകുന്നു എന്നുള്ളതാണ്, ന്യൂട്രിയൻ റിച്ച് ആകുന്നു. അപ്പൊ ആ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന കടലിൽ സംഭവിക്കുന്നു. കടലില് പോഷകങ്ങളുടെ അളവ് വളരെ ക്രമാതീതമായിട്ട് കൂടുന്നു. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത പുതിയ രാസവസ്തുക്കൾ കടലിലേക്ക് എത്തുന്നു. ഇതാണ് ഈ കടലിൽ വരുന്ന അടുത്ത കാലത്ത് വരുന്ന വലിയ മാറ്റം. ഇതും നിങ്ങൾ പശ്ചാത്തലത്തിൽ ഓർത്തിരിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം, ഇന്ന് ഭൂമി അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും കൂടി ഒറ്റ വാക്ക് പറയാം. നമ്മളൊരു ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് എന്നാണ്. 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഭൂമി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് 3 ലിമിറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് 3 ഒന്ന്, മനുഷ്യന്റെ ഇടപെടലുകൊണ്ട് ഓരോ ജീവികളും ഭൂമുഖത്ത് ഇല്ലാതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും 2-3 സ്പീഷീസിലും ഭൂമിയിൽ ഇല്ലാതാണ്. ഇത് വലിയ ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയും, ജൈവവൈവിധ്യ നാശം എന്ന് വേണമെങ്കിൽ പറയാം.
രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ മാറ്റമാണ്. നമുക്കറിയാം കേരളത്തിൽ മഴയുടെ പാറ്റേൺ മാറുന്നു, മഴ ഒരുമിച്ച് വരുന്നു. പണ്ട് വളരെ 3 മാസങ്ങൾക്കുള്ളിൽ ഒരു വിതരണം നടത്തിയിരുന്നത് 3 മാസങ്ങൾക്കുള്ളിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ വലിയ മഴ പെയ്യും. നിങ്ങൾക്ക് ടെക്സാസിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സംഭവിച്ച കാര്യം അറിയാം. ഒരു വർഷം പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ടാണ് പെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇത്രയും ടെക്നോളജിയുള്ള രാജ്യത്ത് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ടെക്നോളജി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലോകത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ് ട്രംപ്. ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ച ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് എന്നുള്ളതാണ് പുള്ളിയുടെ അഭിപ്രായം. എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞു പുള്ളി 2 മാസം മുമ്പ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. കാരണം എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പുള്ളി ചോദ്യം ചോദിക്കുന്ന എഡ്യൂക്കേഷൻ. അപ്പൊ ഈ 2 കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു സാധനം ഇല്ല, അത് സയന്റിസ്റ്റുകളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു അവകാശവാദം. രണ്ടാമത്തെ അവകാശവാദം എന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും രാജ്യത്തില്ല, എല്ലാവരും കച്ചവടം നടത്തിയാൽ മതി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആർഗ്യുമെന്റ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ രണ്ടാമത്തെ കാലാവസ്ഥാ മാറ്റമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് കൊച്ചിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺസേൺ ആവണം. കാരണം കാലാവസ്ഥാ മാറ്റത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇമ്പാക്ട് ഡെഫിനറ്റ്ലി ഉണ്ടാകാൻ പോകുന്നത് കൊച്ചിയിലാണല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചി, ആലപ്പുഴ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമുദ്രത്തിനേക്കാളും താഴ്ന്ന പ്രദേശങ്ങളിൽ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം, വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അപ്പം ലോകത്ത് തന്നെ കാലാവസ്ഥാ മാറ്റം, ഐസൂരുകള്, ഈ സമുദ്ര ജലനിരപ്പിലുള്ള വർധനവ്, ഇതെല്ലാം ആദ്യം ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം തീർച്ചയായിട്ടും കൊച്ചിയാണ്. കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒന്ന് സുന്ദർബൻസ് ആണ്, രണ്ടാമത്തത് കൊച്ചിയാണ്, കൊച്ചി ആലപ്പുഴയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കാലാവസ്ഥാ മാറ്റത്തിനെ പറ്റിയിട്ട് അതിനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് കാലാവസ്ഥാ മാറ്റമായിട്ട് വരുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ. മൂന്നാമത്തത് മലിനീകരണമാണ്. അപ്പോൾ നമ്മളൊരു ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്, ബയോഡൈവേഴ്സിറ്റി ലോസ്, ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷനാണ്. അപ്പോൾ പൊല്യൂഷനിലേക്ക് വരാം. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിനുള്ള ഒരു സാഹചര്യം സ്റ്റഡി ക്ലാസ് അല്ല. നമുക്ക് ഒറ്റ കാര്യം ഓർത്താൽ മതി. സ്വാഭാവികമായിട്ടും കടലിലെ മലിനീകരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എണ്ണ, ഓയിൽ പൊല്യൂഷനാണ്. അങ്ങനെ ലോകത്ത് അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. പ്രത്യേകിച്ചും ട്രാങ്കൽ ലോറികളിൽ നിന്നോ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ഷോർ ഓയിൽ സംവിധാനങ്ങളിൽ നിന്നോ എണ്ണ വരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം നിൽക്കട്ടെ, അതൊരു ഇഷ്യൂ ആണ്. ഓയിൽ പൊല്യൂഷൻ്റെ ഒരു ഇഷ്യൂ ആണ്. സ്യൂവേജ്, നമ്മളെ സ്യൂവേജ് കനാലുകളെല്ലാം അവസാനം കടലിലേക്കാണ് വരുന്നത്, അതൊരു പ്രശ്നമാണ്. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കടലിലേക്ക് എത്തും, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ പോലും അടുത്ത കാലത്ത് ഇപ്പൊ നോയ്സ്, ശബ്ദം ഒരു വലിയ പ്രശ്നമാണ് കടൽ ജീവികൾക്ക്. പ്രത്യേകിച്ച് തിമിംഗലങ്ങൾ നമുക്ക് പലപ്പോഴും അറിയാം. തിമിംഗലങ്ങൾ യാത്ര ചെയ്യുന്നതെല്ലാം ഈ സൗണ്ട്, ചില ഡോൾഫിനുകൾ യാത്ര ചെയ്യുന്നത് അത് സൗണ്ട് വേവ്സ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ വെച്ചിട്ടാണ് പല ഡോൾഫിനുകൾ യാത്ര ചെയ്യുന്നത്. വലിയ സൗണ്ട് വേവ്സ് ഇവരുടെ എല്ലാം യാത്ര മൊത്തം തടസ്സപ്പെടുത്തും, ഓറിയന്റേഷൻ മുഴുവൻ നഷ്ടപ്പെടും. അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. തിമിംഗലങ്ങളെല്ലാം ഉൾക്കടലിലേക്ക് പോകുന്നതിന് പകരം ഈ വലിയ ശബ്ദം, പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാകുന്നത് എക്സ്പ്ലോഷനാണ്. പലപ്പോഴും നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ പരീക്ഷിക്കുന്നതെല്ലാം കടലിലാണ്, പല മൈനുകളും പരീക്ഷിക്കുന്നത് കടലിലാണ്. അപ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം ഇവയുടെ എല്ലാം യാത്രാഗതിയൊക്കെ മാറ്റിക്കളയുന്നതാണ്. അപ്പൊ സൗണ്ട് പൊല്യൂഷൻ വലിയ പ്രശ്നമാണ്. ലൈറ്റ് പൊല്യൂഷൻ വലിയ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, എല്ലാത്തിനെയും എക്സാമ്പിൾ പറയാൻ ഒരുപാട് സമയം തോന്നുന്നു. ഉദാഹരണം കടലാമയുടെ കുഞ്ഞുങ്ങൾ, കടലാമയുടെ മുട്ട നിൽക്കുന്നത്, കടലാമ കരയിൽ വന്നാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയാണ്, നല്ല നിലാവുള്ള ദിവസമായിരിക്കും വിരിയുന്നത്. വിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ പ്രകാശം കാണുന്നത് അങ്ങോട്ടാണ് ആമ കുഞ്ഞുങ്ങൾ പോകുന്നത്. സ്വാഭാവികം രാത്രി ആയി കഴിഞ്ഞാൽ തീരത്ത് പ്രകാശം ഉണ്ടാവില്ല, മൂൺ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കടലിൽ. അപ്പൊ കൂടുതൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന കടലിൽ ആയതുകൊണ്ട് ഈ കടലാമ കുഞ്ഞുങ്ങൾ രാത്രി വിരിയുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, കടലിനെ ലക്ഷ്യമാക്കി. ഇപ്പോഴുള്ള പ്രശ്നം പല സ്ഥലങ്ങളിൽ ടൂറിസം വന്നുകൊണ്ട് കടലിനെക്കാളും പ്രകാശമുള്ളത് കരയിലേക്കാണ്. അപ്പൊ ഇവയൊക്കെ തിരിച്ച് കരയിലേക്ക് വരുന്ന രീതി പലപ്പോഴും അത് ലൈറ്റ് പൊല്യൂഷൻ. ലൈറ്റ് പൊല്യൂഷൻ ഒരു വലിയ ഇഷ്യൂ ആണ്. കേരളത്തിൽ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ അതിപ്പോൾ ചെറിയ പത്രങ്ങൾ വാർത്ത വന്നു, ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നു എന്നൊരു പ്രശ്നമാണ്. കാരണം പകല് നമുക്ക് നൈറ്റ് ഫിഷിങ്, ലൈറ്റ് ഫിഷിങ് നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. പക്ഷെ പലരും ഉപയോഗിക്കാം. രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കപ്പലിൽ നിന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മീൻ ചുറ്റും കൂടും, അവിടെ പിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് ഓവർ ഹാർവസ്റ്റിംഗിലേക്ക് പോകും. അപ്പൊ ലൈറ്റ് പൊല്യൂഷൻ ഒരു ഇഷ്യൂ ആണ്. ഇതൊക്കെ നമുക്ക് പല സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഇഷ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പൊല്യൂഷന്റെ രീതി മാറുക. ഓയിൽ പൊല്യൂഷൻ, ഉദാഹരണം നമ്മുടെ കപ്പൽ പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഭീഷണി എണ്ണ മലിനീകരണമാണ്, ഓയിൽ പൊല്യൂഷൻ. പക്ഷെ അത് സാങ്കേതികതയാണ്. അത് എന്തുകൊണ്ട് വലിയ ഭീഷണിയായില്ല. എണ്ണ കടലിൽ കലർന്നാൽ പോലും ഇപ്പൊ അത് തടഞ്ഞു നിർത്താനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സാങ്കേതികത നമുക്ക് കിട്ടുന്നതാണ്.
അതിനുള്ള സംവിധാനങ്ങൾ. ഉദാഹരണം ഇപ്പൊ നമുക്കറിയാം കോസ്റ്റ് ഗാർഡ് നമ്മുടെ എല്ലാം ധാരണ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിനെ ഗാർഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഒന്നാമത്തെ ടാർഗറ്റ് തീർച്ചയായിട്ടും അതിർത്തി സംരക്ഷണമാണ്, കടലിന്റെ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഓയിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. കാരണം കടലിൽ അതിനുവേണ്ടി ട്രെയിൻഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ കപ്പലപകടം നടന്നപ്പോൾ തന്നെ ഈ മലിനീകരണം തടഞ്ഞു നിർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള രാസവസ്തുക്കൾക്ക് ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിൽ പൊല്യൂഷൻ ലോകത്ത് വലിയ, അതുകൊണ്ടാണ് നിങ്ങൾ വാർത്തയൊന്നും കേൾക്കാത്തത്. പണ്ട് വളരെ അപൂർവമായിട്ടാണ് കുറെ വർഷങ്ങൾ മുൻപാണ് ഒരു എണ്ണ മലിനീകരണത്തിന്റെ വാർത്ത കേൾക്കുന്നത്. കാരണം ടെക്നോളജി നല്ലതാണ്, ലീക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ബാരലുകൾ വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. അത് ആണ് ഒരു വലിയ പ്രശ്നം. അതേസമയം ഇപ്പൊ വലിയൊരു പ്രശ്നം വരുന്നത് കടലിൽ നിന്ന് കൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ രീതി മാറി. അതാണ് ഇവിടെയും സംഭവിച്ചത്. പണ്ട് കൊണ്ടുപോകുന്നത് എണ്ണയായിരുന്നെങ്കിൽ ഇപ്പൊ മറ്റു പല എന്ത് വസ്തുക്കളും കൊണ്ടുപോകാൻ കടലിലൂടെ. അതിനകത്ത് രാസവസ്തുക്കളുണ്ട്, അസാമസ് ആയിട്ടുള്ള രാസവസ്തുക്കളുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ഇതിനകത്തൊക്കെ ഞാൻ അല്ലെങ്കിൽ ഓരോന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ പ്രശ്നം ഈ കരയിൽ നിന്ന് തന്നെ നമുക്ക് കടലിലേക്ക് എത്തുന്ന ഒരുപാട് വസ്തുക്കൾ. അതിനകത്ത് അതിനെയാണ് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വരാം. അതിന് നമുക്ക് ചുരുക്കി പറയുന്ന ഒരു പേരാണ് ലെഗസി പൊല്യൂട്ടൻസ്. ലെഗസി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കാലാകാലങ്ങളായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. പക്ഷെ പണ്ട് ഉപയോഗിച്ച് പ്രശ്നമാണെന്ന് കരുതിയ ചില വസ്തുക്കൾ. ഉദാഹരണം DDT 1970 തന്നെ 60 അവസാനം 72 അമേരിക്കയിൽ ബാൻ ചെയ്യും. കാരണം DDT എന്ന് പറയുന്നത് നമുക്കറിയാം കീടനാശിനിയാണ്. അത് പ്രശ്നം ഉണ്ടാക്കും. മനുഷ്യരിലെ എൻഡോക്രൈൻ, നമ്മളെ എല്ലാ ഹോർമോൺ വ്യവസ്ഥയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ, ഈ ഹോർമോണുകളെ മിമിക് ചെയ്തിട്ട് നമ്മുടെ പല പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടും. അതുകൊണ്ടാണ് എൻഡോക്രൈൻ ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് പെർസിസ്റ്റന്റുമാണ്. പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാതെ അന്തരീക്ഷത്തിൽ ഒരുപാട് കാലം നിലനിൽക്കും. അതിനാണ് POP എന്നത്, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാസവസ്തുക്കളാണ് പല കീടനാശിനികളും എന്നുള്ളത്. ഇത് കാലാകാലങ്ങളായിട്ട് തിരിച്ചറിയുന്നത് വരും, നമ്മൾ നിരോധിക്കും. അമേരിക്ക ചെയ്ത വേറെ വലിയ തമാശയുണ്ട്. 1972 DDT നിരോധിച്ചു. 2000 ആണ്ട് വരെ കയറ്റുമതി. അമേരിക്ക നിരോധിച്ചു. 2000 ആണ്ട് വരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ DDT, കാരണം അവർക്ക് ഫാക്ടറി അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഫാക്ടറി പരമാവധി ഉണ്ടാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൊടുത്തു. ഇതിന്റെ വേറൊരു വശത്തിൽ തമാശ ഞാനിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ രീതി എപ്പോഴും ഉണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കി, ഏജൻസി ഉണ്ടാക്കി, വളരെ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ആണ്. അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം പുറത്തേക്ക് കയറ്റി, അത് ഹസാർഡസ് വേസ്റ്റ് ആയാലും പുറത്തേക്ക് കയറ്റി, അവിടെ കുഴിച്ചിട്ട് സ്ഥലം കിട്ടിയില്ല, അപ്പൊ അത് പുറത്തേക്ക് കയറ്റി. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ലെഗസി പൊല്യൂട്ടൻസ് ഉണ്ട്. അതിന്റെ പ്രശ്നം ഇതെല്ലാം അതാണ് ഈ കീടനാശിനികളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതെല്ലാം പലതും നിരോധിച്ചിട്ടുണ്ട്. പ്രശ്നമാണെന്ന് കണ്ടാൽ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നിരോധിച്ചാൽ അതിപ്പോഴും അന്തരീക്ഷത്തിലുണ്ടാവും, കടലിലുണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. ഈ ലെഗസി പൊല്യൂട്ടൻസിന്റെ എല്ലാം പ്രശ്നമാണ്. പ്രധാനമായിട്ട് ഇത് പെർസിസ്റ്റന്റ് ഈ നമുക്ക് പെസ്റ്റിസൈഡുകളാണ്, കീടനാശിനികളാണ്. അടുത്തത് എമർജിംഗ് ആണ്. എമർജിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണം DDT ഉണ്ടാക്കിയ ആളിന് നോബൽ പ്രൈസ് കൊടുത്തു. കാരണം അത് ഉണ്ടാക്കിയ സമയത്ത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ കാരണം വളരെ ചെലവ് കുറവാണ്. ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം കിടങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അന്ന് കണ്ടുപിടിച്ചിട്ട് വണ്ടർ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചാണ്. പിന്നീടാണ് ഇത് പ്രശ്നമാണെന്ന് കേട്ടി മനുഷ്യന്റെ ഹോർമോണിലേക്ക് കയറും, ഹോർമോൺ വ്യവസ്ഥയെ തകരാറിലാക്കുന്നതൊക്കെ പിന്നീട് കണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പുതുതായിട്ട് വരുന്നത്. പക്ഷെ പ്രശ്നം ഈ എമർജിംഗ് എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന രാസവസ്തുക്കളാണ്. ഈ എമർജിംഗ് കണ്ടാമിനേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ അപകടം നടന്നപ്പോൾ പലപ്പോഴും വലിയ വെല്ലുവിളിയാണ്. ഇതിനകത്തുള്ളത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യും, ഇതിനകത്ത് എന്തൊക്കെ രാസവസ്തുക്കളുണ്ടെന്നുള്ള എങ്ങനെ തിരിച്ചറിയും. രണ്ട് വശങ്ങളാണ്. ഒന്ന്, കടൽ എന്ന് പറയുന്നത് ഒരു വലിയ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് രാസവസ്തു വന്നാലും ഡൈല്യൂഷനാണ്. ഇപ്പൊ ഡൈല്യൂഷൻ ഫാക്ടർ ഇതിന്റെ നേർത്ത് പോവുകയാണ്. അപ്പൊ അത് എത്ര അളവിൽ വേണമെങ്കിലും നേർത്ത് പോകാം. ഇത് വലിയ പ്രശ്നമാണ്. രണ്ടാമത് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ അപകടം വന്നിട്ട് ബോസിൽ നിന്നായാലും CMFR നിന്നായാലും പോയി വെള്ളത്തിന് സാമ്പിൾ എടുക്കും. അവിടെ ഒന്നും കാണില്ല. കാരണം ഇത് ഡൈല്യൂട്ട് ചെയ്തു പോകും. ഒന്ന്. രണ്ടാമത് എവിടെയാണ് പോയി നമുക്ക് എങ്ങനെ അറിയും? ഇത്രയും വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. 10-20 കിലോമീറ്റർ ഉള്ളിൽ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ രാസവസ്തു അവിടെ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് വലിയ ഡൈല്യൂഷൻ ഫാക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്ര അളവിലാണ് മനുഷ്യന് പ്രശ്നം ഉണ്ടാകുന്നത് ഇതും അറിയില്ല. നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കുന്നതല്ല, ഇതൊന്നും നമുക്കറിയില്ല. പല രാസവസ്തുക്കളും എത്ര അളവിലുണ്ടെങ്കിലാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രശ്നമാകുന്നത് ഇത് നമുക്കറിയില്ല. കാരണം ഇത് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ പലപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇതാണ് ഈ എമർജിംഗ് കണ്ടാമിനൻസിന്റെ ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നത്. ഇത് പുതിയ, കാരണം ഓരോ ദിവസവും പുതിയ രാസവസ്തുക്കൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഉദാഹരണം, നിങ്ങളിപ്പോ ഫ്രൈങ് പാനിൽ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ എന്ന സാധനം, അതുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാൻ ടെഫ്ലോൺ പൗഡർ എന്ന് പറയും. ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു വിധത്തിലൊരു പ്ലാസ്റ്റിക്കാണ്, ഒരു പോളിമറാണ്.
പോളിമർ എന്ന് പറഞ്ഞാൽ പ്രതിതരം പ്ലാസ്റ്റിക്കാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിനകത്ത് ഇപ്പൊ നമ്മൾ തരുന്നത് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്ത് പറയുന്നത് ടെഫ്ലോൺ വളരെയധികം ഹീറ്റ് ആയി കഴിഞ്ഞാൽ ടെഫ്ലോൺ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ തിരിച്ചറിയുന്ന കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും പുതിയ കെമിക്കൽസ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതെല്ലാം കടലിലേക്ക് എത്തുന്നത്. വെല്ലുവിളി എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള, ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് വേണം. ഇൻസ്ട്രുമെന്റ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് വലിയ ചലഞ്ച്. ഇത് എമർജിംഗ് കണ്ടാമിനൻസിന്റെ ലിസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതാണ് ഈ എമർജിംഗ് കണ്ടാമിനൻസ് എന്ന് പറഞ്ഞ പുതിയൊരു ഒരു സിസ്റ്റം ഓഫ് പൊല്യൂഷൻ. ഓക്കെ. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കോക്ടെയിൽ എന്നുള്ളതാണ്. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ കടലിന്റെ പ്രശ്നം എന്താണ്? ഒരു രാസവസ്തുവല്ല, ഒരുപാട് രാസവസ്തുക്കളുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതിനേക്കാൾ ഭീകരമാണ്. അതാണ് ഈ കോക്ടെയിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു രാസവസ്തു ഉണ്ട്, അതിന്റെ പ്രത്യേക പ്രശ്നം ഉണ്ടാവും. പക്ഷെ പല രാസവസ്തുക്കളും ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കുറച്ചും കൂടി സങ്കീർണമായിരിക്കും. അപ്പൊ അത് വേറൊരു വിഷയമാണ്. ഓക്കെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ വേണം, അത് ഒഴിവാക്കി പോവാം. ഇതിന്റെ സോഴ്സുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത പോട്ടെ. ഓക്കെ, ഇനി കടല് സ്വാഭാവികമായിട്ട് കപ്പൽ ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഈ രാസവസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്നത് കപ്പൽ വഴിയായിരിക്കാം. അപ്പൊ കപ്പൽ വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള കപ്പലിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പൊല്യൂഷനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഒരു പ്രശ്നം ബലസ്റ്റ് വാട്ടറാണ്. ഈ ബലസ്റ്റ് ഇപ്പോഴത്തെ കപ്പൽ മുങ്ങിയതും ബാലൻസിങ്ങിന്റെ പ്രശ്നമെന്നാണ് പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ നിഗമനം എന്ന് പറയുന്നത് ബാലൻസിങ് ആണ്. എന്തുകൊണ്ടാണ് കപ്പലിന്റെ നിങ്ങളുടെ ഹൈറ്റ് അറിയാം, ഒരു കപ്പലിന്റെ ഹൈറ്റ് അറിയാം, അതിന്റെ പുറത്ത് കയറ്റി വെക്കുന്ന ചരക്ക് അല്ലെങ്കിൽ ആ കണ്ടെയ്നേഴ്സിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു കപ്പൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത്രയധികം തിരമാലയുള്ള ഒരു സംവിധാനമാണ്. ഇത് എങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും? ഇപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രശ്നം എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഒരുപാട് കണ്ടെയ്നർ നിറയെ ലോഡുമായിട്ട് കയറ്റി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വെച്ചാൽ മതി. കാരണം ഇതിന്റെ പൊസിഷനൊക്കെ വളരെ കൃത്യമാണ്. കാരണം ഇത് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ശരി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വെയിറ്റുള്ള സാധനം കയറുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ആംഗിൾ, അതിന്റെ മൊത്തത്തിൽ അലൈൻമെന്റ് ഒരു രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല വെയിറ്റുള്ള സാധനം കയറുമ്പോൾ കപ്പൽ സ്വാഭാവികമായിട്ട് താഴേക്ക് ഇരിക്കുമ്പോൾ ബാലൻസ് ചെയ്യും. പ്രശ്നം ഇത് ഇറക്കുമ്പോഴാണ്. ഈ കണ്ടെയ്നർ എവിടെയെങ്കിലും ഇറക്കുമ്പോൾ 1 കിലോയിൽ എന്തെങ്കിലും അല്ലല്ലോ, ആയിരക്കണക്കിന് ടണ്ണ് സാധനമാണ് ഓരോ ബോട്ടിലും വേണ്ടി ഇറക്കുന്ന സമയത്ത് ബാലൻസിന്റെ പ്രശ്നം. ഈ ബാലൻസ് എങ്ങനെ പരിഹരിക്കുന്നത്? കപ്പലിന്റെ ഹള്ളിനകത്തേക്ക് വെള്ളം കയറ്റുക. അപ്പൊ അതിനെയാണ്, അപ്പൊ എവിടെയാണോ സാധനം ഇറക്കി വെക്കുന്നത് വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കടലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്ത് കപ്പലിന്റെ ഉള്ളിലേക്ക് കയറ്റുന്ന രീതിയാണ്. അങ്ങനെയാണ് വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എല്ലാവർക്കും നടക്കുന്ന രീതി. അപ്പൊ ഇങ്ങനെ കയറ്റുന്ന വെള്ളത്തിനാണ് ബലസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ബലസ്റ്റ് എന്നതിന്റെ ഉള്ളിലെ അറയാണ് ബലസ്റ്റ് എന്ന് പറയുന്നത്. ആ ബലസ്റ്റിനകത്ത് വെള്ളം മുങ്ങി. അപ്പൊ ഇതൊരു വലിയ പൊല്യൂഷന്റെ സാധ്യതയുണ്ട്. കാരണം ഇത് ഇന്ത്യൻ തീരത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കയറ്റും. വെള്ളം മാത്രമല്ല കയറുന്നത്, അവിടെ ഒരുപാട് ജീവികളും കയറും. ഇത് കുറച്ചുകൂടെ പോയിട്ട് നമ്മൾ സിംഗപ്പൂരിന്റെ കോസ്റ്റിൽ കൊണ്ടായിരിക്കും സാധനം ഇറക്കുന്നത്. അപ്പൊ അവിടുന്ന് കയറ്റുമ്പോഴത്തേക്ക് ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ചെയ്യും. ഈ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും. അപ്പൊ ഇവിടെയുള്ള ജീവികളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി, അതിൽ ജീവികൾ മാത്രമല്ല ബാക്ടീരിയ ആവാം, പാത്തജൻസ് ആവാം, രോഗാണുക്കളാകാം, ഇതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ അതിനകത്ത് ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഈ വസ്തുക്കളെ, ജീവികളെയും രോഗാണുക്കളെയും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ഈ ബലസ്റ്റ് വാട്ടർ. ബലസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനൊക്കെ പ്രത്യേക പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷെ അതൊരു സോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതാ ഈ ബലസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് കപ്പൽ ഗതാഗതത്തിന്റെ കൂടെ തന്നെ ജീവികളെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് കപ്പൽ ഓടുമ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ പോലെ തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാകും. കാരണം എല്ലാം ഫോസിൽ ഫ്യൂവലിലാണല്ലോ ഓടുന്നത്. പിന്നെ ഉള്ളത് ഈ നോയിസ് പൊല്യൂഷൻ ഉണ്ടാകാം അണ്ടർ വാട്ടറിൽ. പിന്നെ ഈ കപ്പലില് മറ്റു ജീവികൾ പറ്റിപ്പിടിക്കാനായിട്ട് പെയിന്റ് അടിക്കും. അടിയിൽ നമ്മളെ ഈ കാറിന്റെ അടിയിൽ കോട്ടിങ് എടുക്കും. അതുപോലെ തന്നെ കപ്പലിന്റെ അടിയിൽ കോട്ടിങ് എടുക്കും. അതിനകത്ത് പലതും പൊല്യൂട്ടൻസ് ആണ്, ആ പെയിന്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അങ്ങനെ പല സോഴ്സുകളുണ്ട്. പിന്നെ ഇതിനുള്ള പ്രധാനപ്പെട്ട കപ്പൽ മുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് കൂട്ടിയിടിയാണ്. മറ്റ് കപ്പലുകളുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് അപകടം ഉണ്ടാവാം. ഇപ്പൊ കുറച്ചും കൂടി നല്ല സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വന്നതോടുകൂടി അതിന്റെ സാധ്യതകൾ കുറവാണ്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായതുപോലെ ഒരു കപ്പൽ അവിടെ ഉണ്ടായ ശ്രീലങ്കയിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ 2 കപ്പൽ കൂട്ടിയിടിച്ച് തീർത്തി. അതാണ് വലിയ പ്രശ്നമായത്. ഇവിടെ ഈ രണ്ടാമത്തെ കപ്പൽ തീർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് തീർത്തിയല്ല, അതിന്റെ ബാലൻസ് പോയതാണെന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ വരാം. രണ്ടാമത് വലിയ കാറ്റും തിരമാലയും ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് പോകാം, അങ്ങനെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും മെക്കാനിക്കൽ ഫെയിലിയറോ കാലാവസ്ഥാ മാറ്റമോ ഒക്കെ ഇതിന് കാരണമാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് അടുത്ത കാലത്തുണ്ട്.
പഴയതുപോലെയല്ല. പണ്ട് കപ്പലിലെ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ കുറവാണെങ്കിൽ ഇപ്പോൾ കപ്പലവിടെ എപ്പോഴും ഭീഷണിയാണ്. കാരണം കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ഒരു ലിമിറ്റും ഇല്ല. എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുപോകാം. അതിനകത്ത് രാസവസ്തുക്കൾ ഉണ്ടാകാം, വളരെ മാരകമായ വസ്തുക്കൾ ഉണ്ടാവാം, കീടനാശിനികൾ ഉണ്ടാവാം. ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ പണ്ട് ഓയിൽ മാത്രമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് രാസവസ്തുവും കടൽ വഴിയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രീതി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ കാലത്തെ കപ്പലകളെ പോലെ അല്ല ഇപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ. ഇത് ഈ ഗ്രാഫ് ഓരോന്ന് നോക്കട്ടെ, ചുവന്ന കുത്തുകൾ മാത്രം നോക്കിയാൽ മതി. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിൽ 2010 മുതൽ 20 വരെ കപ്പലപ്പടം നടന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം കപ്പലപ്പടം നടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം പിന്നെ പ്രധാനപ്പെട്ട ഈ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതെല്ലാം കപ്പലോടുന്ന ഷോർട്ട് കട്ടുകളാണ്. ചെറിയ വഴികൾ, സൂയസ് കനാല്, പിന്നെ നമ്മുടെ പനാമ കനാൽ, ഈ റൂട്ടുകളിലാണ് പ്രധാനമായിട്ടും കപ്പലപ്പടം നടക്കുന്നത്. ഇന്ത്യയിലെ തീരത്ത് അടുത്ത കാലത്തായിട്ട് ഒരുപാട് കപ്പലോട്ടം നടന്നിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരു കപ്പൽ പാതയിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് അടുത്ത കാലം. ഇതാണ് പ്രധാനപ്പെട്ട അടുത്തത്. അതൊക്കെ പോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് പ്രശ്നം. ഒരു കപ്പലോട്ട് തന്നെ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷനാണ്. ഒന്നാമത്തത് കണ്ടെയ്നറുകളാണ്. കണ്ടെയ്നർ ഇപ്പൊ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. കണ്ടെയ്നറുകളെല്ലാം കടലിൽ താഴ്ന്നതും കടലിൽ പൊങ്ങിക്കിടക്കുന്നതും മീൻ പിടിക്കുന്ന ആൾക്കാരുടെ വലകളെല്ലാം നശിപ്പിക്കുക. ഒരു മീനിന്റെ വലയ്ക്ക് ചിലപ്പോൾ 2-2.5 ലക്ഷം രൂപ വരെ വരും. ഈ അടിയിൽ കിടക്കുന്ന ഇപ്പൊ എല്ലാം ഈ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിലുണ്ടായിരുന്നു. അടിയിൽ കിടക്കുന്ന കണ്ടെയ്നേഴ്സിന് വല അതിനകത്ത് കുരുങ്ങിയിട്ട് വലത്തിനൊന്നുമില്ല, പൊട്ടി പോകും. അത് നന്നാക്കാനായിട്ട് 1000-കണക്കിന് രൂപയുടെ ചിലവ് വരും. അപ്പൊ അവരുടെ വലിയ ലോസ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നർ, അടിയിൽ കിടക്കുന്ന കണ്ടെയ്നറിനകത്ത് വല കുരുങ്ങിയിട്ടുണ്ടാകുന്ന ഡാമേജ് ആണ്. പിന്നെ ഫ്യൂവല് നിങ്ങൾക്കറിയാം, ഒരു കപ്പൽ യാത്രയിൽ ടണ്ണ് കണക്കിന് എണ്ണ, അതായത് ഡീസൽ വേണം, ഓയിൽ വേണം. ഇത് രണ്ടും ഫില്ല് ചെയ്യാൻ തന്നെ വേണം. അപ്പൊ എങ്ങനെയായാലും ഒരു ഇന്റർനാഷണൽ യാത്ര നടത്തുന്ന ഒരു കപ്പലിനകത്ത് ഒരു മിനിമം ഒരു 2000 ടണ്ണ് ഫ്യൂൽ ഉണ്ടാവും. മിനിമം. അതായത് വേറെ ട്രാൻസ്പോർട്ടേഷൻ സാധനമല്ല, അതിനകത്ത് നിറയ്ക്കാനുള്ള ഫ്യൂൽ തന്നെ ഏതാണ്ട് മിനിമം 1000 മുതൽ 2000 വരെ ടണ്ണ് ഉണ്ടാവും. അതായത് ഡീസലും ഓയിലും കൂടി രണ്ടും വേണം അതിനകത്ത്. ഇത് അതിനകത്ത് എന്തായാലും ഉണ്ടാവും. ഏത് കപ്പലും അതിനകത്ത് ഉണ്ടാവും. പിന്നെ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടാകാം, പല തരത്തിൽ ഉണ്ടാകാം. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അങ്ങനെ നമുക്ക് പല രീതിയിലും ഇതിനകത്ത് വരാം. പിന്നെ അടുത്തത്, പിന്നെ ഈ കണ്ടെയ്നർ തന്നെ ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും കപ്പലിലിരിക്കും, ബോട്ടുകളിലിരിക്കും, അതിന് ഡാമേജ് വരാം. അതിന് ഒഴുകിടക്കാണ്, അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പകുതി മുങ്ങിയിട്ടായിരിക്കും ഒഴുകുക, അറിയാൻ പറ്റില്ല. ഇടിച്ചു കഴിഞ്ഞ് അറിയാൻ പറ്റും. അങ്ങനെ പലപ്പോഴും ചെറിയ ബോട്ടുകളിലെല്ലാം ഈ കണ്ടെയ്നർ തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകത്ത് ഓരോ വർഷവും 226 ദശലക്ഷം കണ്ടെയ്നറുകളാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഒരു 1000 എണ്ണമേ കടലിൽ വിടാറുള്ളൂ എന്നാണ് കണക്ക്. അതിന്റെ അർത്ഥം വളരെ കോമൺ അല്ല. ഈ ആക്സിഡന്റും ഈ കണ്ടെയ്നർ കടലിലാകുന്നതും അത്രയും കോമൺ ആണ്. ഈ 226 ദശലക്ഷം കൊണ്ടുപോകുന്നതിനകത്ത് എല്ലാ വർഷവും ഒരു 1000 കണ്ടെയ്നർ മാത്രമേ കടലിൽ വിടാറുള്ളൂ. അതിന്റെ അർത്ഥം അത്രയും കോമൺ അല്ല ആക്സിഡന്റ് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ സംഭവിച്ച ആക്സിഡന്റ് ആയിട്ട് കണ്ടാൽ മതി. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അങ്ങനെ സംഭവിക്കുന്നത് വിരളമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്, പരിശോധന സിസ്റ്റം ഉണ്ട്, പിന്നെ കപ്പലുകളുടെ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ ഇതിന് സാധ്യത കുറവാണ്. ഇത് നമ്മൾ ഇനി ഇവിടത്തേക്ക് വരാം. നമ്മൾ പ്രത്യേകിച്ച് എൽസ എന്ന് പറയുന്ന കപ്പലിന്റെ കേസിലേക്ക് വരാം. ഇത് ലോകത്ത് ഈ പ്രധാനപ്പെട്ട കപ്പൽ ഗതാഗതമൊക്കെ നടത്തുന്ന ചില കമ്പനികളാണ്. ബോയിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ബോയിങ് ആണല്ലോ ലോകത്തെ വിമാന കമ്പനികളുടെ ഏറ്റവും നല്ലൊരു ശതമാനം ബോയിങ്. അതുപോലെ തന്നെ ഒരു കുത്തകാലുള്ള കമ്പനിയാണ് MSC എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പൊ MSCയുടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വേറൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ആക്സിഡന്റ് നൽകുന്ന പാഠങ്ങളാണ്. ഒന്നാമത് ഈ ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റ് നടന്നതിന്റെ കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനികളെല്ലാം പറയുന്നത്. ബാലൻസ് പോയതാണ്, മുങ്ങിപ്പോകാനാണ്, ചരിഞ്ഞിട്ടാണ് മുങ്ങിയത്. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനകത്ത് 2-3 കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. ഒന്ന്, ലോകത്തെവിടെയും കപ്പലപകടം നടന്നാൽ ആദ്യം അറിയിക്കേണ്ടത് അതിനകത്ത് എന്തുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ഈ കപ്പലോട്ടത്ത് ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് അതിനകത്തുള്ള കണ്ടെയ്നറിനകത്ത് ലിസ്റ്റ് വന്നത്. ഇതൊരു അപകടമാണ്. കാരണം ഒന്ന്, ഇന്ത്യൻ തീരത്ത് തന്നെ കപ്പലപകടങ്ങൾ സാധാരണ ഒരു സംഭവമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ആവുമ്പോൾ ഇത് ഡിസാസ്റ്റർ എന്നാണ് പറഞ്ഞത്, ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദുരന്തമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം അറിയേണ്ടത് മുങ്ങിയ പിറ്റേ ദിവസം തന്നെ അതിനകത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ള കണക്കാം. ഇത് എങ്ങനെ അറിയാൻ പറ്റും? ഏത് തുറമുഖത്ത് വന്നാലും അവിടെ ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റ് ടിക്ക് ചെയ്യും, എന്തിറക്കി, എന്ത് കയറ്റി. അപ്പൊ ആ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ലിസ്റ്റ് പെട്ടെന്ന് കൊടുക്കുന്നില്ല?
അപ്പൊ അതിന് ട്രാൻസ്പാരൻസി വേണം. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് ഇതിനകത്ത് സുതാര്യത വേണം എന്നുള്ളതാണ്. കാരണം എന്തുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് പ്ലാസ്റ്റിക് ആണോ എണ്ണയാണോ വളരെ അപകടകരമായ പൊട്ടിത്തെറിക്കുന്ന സ്ഥലങ്ങളിലോ ആണോ, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് എത്താൻ പറ്റും. അത് ഒരുപാട് വൈകി ഇപ്രാവശ്യം വന്നത് വലിയ പ്രശ്നമാണ്. അത് വൈകാനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം പുതിയൊരു ക്രമവും വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഭീതിയിലാകും, അതിനെതിരായിട്ട് സമരം തുടങ്ങും. ഇങ്ങനെയൊക്കെ ഒരു ധാരണയിലാണ് വരുന്നത്. പക്ഷെ അതൊരു ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഡിസാസ്റ്ററാണ്, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ആദ്യം വേണ്ടത് ട്രാൻസ്പാരൻസിയാണ്. ഒന്ന് കണ്ടെയ്നറിന്റെ ലിസ്റ്റ്, കണ്ടെയ്നറിനകത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് വേണം നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് വരാൻ. അടുത്തത് അപ്പൊ അതിനകത്ത് പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞെന്തുമാണ്, എണ്ണ മാത്രമായിരുന്നു. എണ്ണയും കുറച്ച് പിന്നെ ഹസാർഡസ് കെമിക്കൽസ് ഉണ്ടായിരുന്നു മാത്രമാണ്. പക്ഷെ തിരിച്ചു വരാം അടുത്തേക്ക്. പിന്നീട് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നത് ഇന്ത്യൻ കോസ്റ്റ് കൂടെ കണക്കാണ്. ഇത് നമ്മള് മറ്റൊരു പ്രദേശത്തോ ഇന്ത്യൻ ഓഷനിലോ ഗൾഫിലാണെങ്കിൽ പോലും ഇങ്ങനൊരു പ്രശ്നമില്ല. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരള കോസ്റ്റ് ഒരു അപ്വെല്ലിംഗ് സോണാണ്. അപ്വെല്ലിംഗ് എന്ന് പറയുന്നത് നല്ല സമുദ്ര പ്രവാഹങ്ങളുണ്ട്, വാട്ടർ കറൻസ് ഉണ്ട്. വാട്ടർ കറൻസ് വന്നിട്ട് പൊങ്ങുന്ന, കാരണം കാറ്റ് ഇങ്ങോട്ട് അടിക്കുകയാണ്. മൺസൂൺ കാലത്ത് കാറ്റ് പിന്നെ കരയിലേക്ക് അടിക്കുകയാണ്. നമുക്ക് സതേർലി വിൻസ് എന്ന് പറയും. ഈ സതേർലി വിൻസ് വരുമ്പോൾ വരും നമുക്ക് ഒരുപാട് സമുദ്ര പ്രവാഹങ്ങളുണ്ട്, വാട്ടർ സ്ട്രീംസ് ഉണ്ട്. അപ്പൊ ഈ വാട്ടർ സ്ട്രീംസ് വന്ന് പൊങ്ങുന്ന സ്ഥലം നമുക്ക് കരയിൽ തട്ടിയിട്ട്, പ്രത്യേകിച്ച് ബാങ്ക്സിൽ തട്ടിയിട്ട് പൊങ്ങും. അങ്ങനെയാണ് കേരള തീരം വളരെയധികം പോഷക സമൃദ്ധമാകുന്നത്. അതുകൊണ്ടാണ് കേരള തീരത്ത് ഗുജറാത്ത് തീരത്തൊക്കെ ഏറ്റവും അധികം മത്സ്യസമ്പത്തുള്ളത്. ഇപ്പൊ കേരളത്തിൽ ഇത്ര ചെറിയ സ്ഥലമാണെങ്കിലും എന്തുകൊണ്ട് ഇത്രയധികം മത്സ്യം വന്നു? കാരണം നല്ല തണുത്ത പോഷക സമ്പുഷ്ടമായ വെള്ളം വന്ന് പൊങ്ങുന്ന ഒരു മേഖല, അതിനാണ് ഇംഗ്ലീഷിൽ അപ്വെല്ലിംഗ് എന്ന് പറയും. അപ്വെല്ലിംഗ് ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് മത്സ്യസമ്പത്ത് ഉണ്ടാവും. ഇതിന് കുഴപ്പമുണ്ട്, എന്ത് വസ്തുക്കൾ ഇവിടെ കടലിൽ വീണാലും ഇത് മുഴുവൻ കേരളത്തിൽ നിന്ന് മൊത്തം വ്യാപിക്കും. ഇപ്പൊ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലത്ത് കൊച്ചിക്കടുത്ത് വീണ കപ്പല് പിറ്റേ ദിവസം ആയപ്പോ സാധനങ്ങൾക്ക് എവിടെ എത്തി? ആലപ്പുഴ എത്തി. അതിനടുത്ത ദിവസം ആയപ്പോ തിരുവനന്തപുരത്ത് എത്തി. പിന്നീട് ഇപ്പൊ രാമേശ്വരത്താണ്. ഏറ്റവും അധികം പ്ലാസ്റ്റിക് വന്നിരിക്കുന്നത് തമിഴ്നാട് കോസ്റ്റിൽ രാമേശ്വരത്താണ്. അതിന്റെ അർത്ഥം ഇങ്ങനൊരു ഡ്രിഫ്റ്റിംഗ് പാറ്റേൺ, അപ്വെല്ലിംഗ്, മലബാർ അപ്വെല്ലിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് മൺസൂൺ കാലത്ത് ഡ്രിഫ്റ്റ് വരുന്നതിന്റെ സൗത്താണ്. ഇതിന് അപകടം കൂടിയുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ കോളം, നല്ല കോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ബീച്ചാണ്. തീരങ്ങളിൽ അന്ന് ഇത് പറഞ്ഞിരുന്നില്ല. കണ്ടെയ്നറിനകത്ത് എണ്ണയും കെമിക്കലും കാൽഷ്യം കാർബൈഡും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് തരികളാണ്, പ്ലാസ്റ്റിക് നേഡിൽസ് ആണ്. ഇത് മുഴുവൻ പ്ലാസ്റ്റിക്. ഈ തിരയല്ല, അവിടെ കിടക്കുന്നതെല്ലാം തിരയല്ല, അത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിന്റെ ചെറിയ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് നേഡിൽസ് ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് ഉണ്ടാക്കാനാണ്. ഇതെല്ലാം പോളിത്തീൻ നേഡിൽസ് ആണ്. അപ്പൊ ഈ പോളിത്തീൻ നേഡിൽസ് ഇപ്പോഴും ഈ ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് ക്ലീനിങ് നടക്കുകയാണ്. കാരണം കരയിൽ വന്നത് ചെറിയ ശതമാനമാണ്. ബാക്കി ഏതാണ്ട് 1000, 2000, 3000 ടൺ ഇപ്പോൾ മൊത്തം ഒരു 10,000 ടണ്ണൊക്കെയാണ്. അപ്പൊ ഈ 10,000 ടണ്ണിനകത്ത് 1000 ടണ്ണേ കരയിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ എല്ലാം കൂടെ കണക്ക് പറയുന്നത് ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടിൽ 4,000 ടൺ തന്നെയാണ്. ബാക്കി മുഴുവൻ ഇപ്പോഴും കടലിൽ കിടക്കുകയാണ്. ഇതെന്ത് പറ്റും? ഇപ്പൊ കാറ്റ് വീശുന്നത് തെക്കോട്ടാണ്. ഇപ്പൊ ഈ കാലാവർഷം കഴിഞ്ഞാൽ ഇനി കാറ്റ് വീശുന്നത് വടക്കോട്ടാണ്. അർത്ഥം ഇതെല്ലാം ഈ രാമേശ്വരത്ത് പോയ സ്ഥലങ്ങളെല്ലാം ഇനി ഈ സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ വടക്കോട്ട് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ബാധിക്കും. ഇത് വേറെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടിന്റെ രീതി, കാറ്റിന്റെ രീതിയും അങ്ങനെയാണ്. അതിന്റെ അർത്ഥം ഇവിടെ ഒരു ചെറിയ സാധനം വീണ് കഴിഞ്ഞാൽ മൊത്തം വ്യാപിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന് ശരി. അത് ഏറ്റവും അധികം ഈ പ്ലാസ്റ്റിക് കണങ്ങളാണ് അടുത്തേക്ക്. അപ്പൊ അത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് നേഡിൽസ് എന്ന് വെച്ചാൽ ഒറ്റ ഒരു കാര്യമുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ലോകത്ത് ഏറ്റവും അധികം പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കാനായിട്ട് പണ്ട് പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെങ്കിൽ ഇപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കിന് കയറി ഇതെല്ലാം ഫോസിൽ ഫ്യൂവലാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് പെട്രോളിയത്തിനാണ്. പെട്രോളിയത്തിൽ ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക്കായിട്ട് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ ചെറിയ കഷ്ണങ്ങളാണ്, 5 മില്ലിമീറ്ററിനേക്കാൾ ചെറിയ പിന്നെ നേഡിൽസ് ആണ്, തരികളാണ്. ഈ തരികളാക്കി എളുപ്പമാണ്. ചാക്കിനകത്താക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാം. ഫാക്ടറി കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേര ഉൾപ്പെടെ, പ്ലാസ്റ്റിക് കസേര ഉൾപ്പെടെ പലതും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പൊ ഇത് വെളുത്തരത്തിലുള്ള തരികളാണ്. അതിൽ നിന്ന് നിറം ചേർത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്തിട്ട് എന്ത് എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് നേഡിലിന്റെ പൊല്യൂഷന്റെ കേസ്, ഞങ്ങൾ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഈ നേഡിൽസ് വേണ്ടി തിരഞ്ഞെടുക്കുക, ഞങ്ങൾക്ക് പൊല്യൂഷൻ ഇല്ലേ? ഇന്ത്യയിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാം, നിങ്ങൾ വഹിക്കുന്ന ക്യാരി ബാഗ്, ബോട്ടിലുകൾ, ഇതൊക്കെയാണ് നമ്മൾ കടലിൽ കാണുന്നത്. ഇപ്പൊ മുഴുവൻ പ്ലാസ്റ്റിക് നേഡിൽസ് ആയിട്ട് മാറി. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിന്റെ മെയിൻ പ്രശ്നം എടുത്തു